നമസ്കാരം. ഭാരതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും മാറാരോഗങ്ങൾ, വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക ഭാരത സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജിൻ്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗി ശിവനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുജി. നമസ്തേ ഗുരുജി, ഇന്നത്തെ കാലഘട്ടത്തിൽ കളരി, മർമ്മ ചികിത്സ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു ചികിത്സാ രീതി എന്ന രീതിയിലാണ് ഇത് കാണുന്നത്. ശരിക്കും ഇതൊരു ചികിത്സാ രീതിയാണോ? 100% ഇതൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ഒരു ആശുപത്രിയാണ്. അത്രേ നമുക്കറിയും. എന്നാൽ ഈ ലോകത്തുള്ള സർവ്വ ആശുപത്രികളെയും നിയന്ത്രിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവർ ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി, ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ എന്നാണ്. സാമൂഹികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഉജ്ജ്വലാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹെൽത്ത് എന്ന് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സുശ്രുത മഹർഷി ആയുർവേദത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രസന്ന ആത്മേ ഇന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ്. സ്വസ്ഥത എന്ന് വെച്ചാൽ ആരോഗ്യം. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രസന്നാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് ആയുർവേദം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആധുനികമായ ആശുപത്രികളിൽ എവിടെയാണ് ആത്മീയത? ഇല്ല. അപ്പോൾ ആത്മബോധം ഉണ്ടാകുന്നവന് മാത്രമേ ആത്മബലം ഉണ്ടാകുള്ളൂ. ആത്മബലമുള്ളവനെ ആത്മസംതൃപ്തി ഉണ്ടാകുള്ളൂ. ആത്മസംതൃപ്തി ഉള്ളവനെ ആരോഗ്യമുണ്ടാകുള്ളൂ. ഇല്ലേ? ഈ പൂർണ്ണമായ ആരോഗ്യം നൽകുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ കളരി. അപ്പോൾ കളരി എന്ന് കേൾക്കുമ്പോൾ കുറേ അടിതടയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അവിടെയും അതിൻ്റെ ആ ഒരു ആഴത്തിലുള്ള വിശകലനം നടത്താത്തതിൻ്റെ കുറവാണ്. കളം എന്ന വാക്കിൻ്റെ അർത്ഥം അതിരുകൾ നിശ്ചയിച്ച സ്ഥലം എന്നാണ് മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ. ഉദാഹരണത്തിന് എൻ്റെ സ്ഥലം വക്കമാണ്. ഈ വക്കം എൻ്റെ ബാല്യകാലത്ത് വക്കം, കടയ്ക്കാവൂർ, ചിറയൻകീഴ് ഏരിയയൊക്കെ കയർ നിർമ്മിതിയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ വീട്ടിലും പാക്കളങ്ങളുണ്ടായിരുന്നു. ഞാൻ കേൾക്കുന്ന കുഞ്ഞിലെ പാക്കളം എന്നാണ്. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ആ ഒരു ഗ്രാമ്യ ഭാഷയ്ക്കപ്പുറത്ത് ശാസ്ത്രീയ ഭാഷയെ നോക്കുമ്പോൾ അത് പാവ് കളമാണ് പാക്കളമായി മാറിയത്. പാവെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂൽക്കില്ലേ, ഊടും പാവും. അപ്പോൾ ഈ പാവ് ഉണക്കാനിടുന്ന സ്ഥലത്തെയാണ് പാവ് കളം എന്ന് പറഞ്ഞത്. പിന്നെ നെല്ല് മെതിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് മെതിക്കളം. അപ്പോൾ ഈ കളത്തിനകത്ത് എന്ത് പ്രവൃത്തിയാണോ, രജോ ഗുണപ്രധാനമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അതിനെ കളരി എന്ന് വിളിച്ചത്. അപ്പോൾ പയറ്റ്, അടിതടയും മർമ്മചികിത്സയും ഒക്കെ പഠിപ്പിക്കുന്ന കളത്തെ ആണ് പയറ്റ് കളരി എന്ന് പറയുന്നത്. നൃത്തം പഠിപ്പിക്കുന്നതിനെ നടന കളരി എന്ന് പറഞ്ഞു. ആട്ടം പഠിപ്പിക്കുന്നതിനെ ആട്ടക്കളരി എന്ന് പറഞ്ഞു. ഇങ്ങനെ വിവിധ തരം കളരികളായിരുന്നു പൗരാണിക ഭാരതത്തിലെ യഥാർത്ഥ വിദ്യാഭ്യാസവും കർമ്മപരവുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിരുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ വിഷയം പയറ്റ് കളരികളാണ്. ഈ പയറ്റ് കളരികളുടെ പ്രത്യേകത, അവിടെ ആദ്യം നോക്കുന്നത് ശാരീരികമായ കാര്യങ്ങൾ, രണ്ടാമത് മാനസികമായ തയ്യാറെടുപ്പുകൾ. എന്തിനാ? ഒരു യോദ്ധാവ് ശരീരബലം മാത്രം ആർജിച്ചാൽ പോരാ, മനസംയമനമുണ്ടായിരിക്കണം അവന്. പിന്നീട് അവൻ ആത്മബലമുള്ളവനായിരിക്കണം, ഇല്ലെങ്കിൽ അവൻ അക്രമിയായി മാറും. അപ്പോൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രസന്നാവസ്ഥ സംജാതമാക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ പയറ്റ് കളരി. സുശ്രുത മഹർഷിയുടെ വിശകലന പ്രകാരം, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവർ ഈ ആത്മീയതയ്ക്ക് സ്പിരിച്വൽ എന്നാണ് പറയുന്നത്. അത് ഒരുപാട് അവരെ മതപരമായ പരിമിതികളുള്ളതുകൊണ്ട്
അവിടെ ആത്മീയത എന്ന് അവർ പറയില്ല. അതുകൊണ്ടാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയതുമാണ് ആ നിർവചനം. അപ്പോൾ നമ്മുടെ ഈ കളരിയുടെ ശാരീരിക തലം പയറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് എണ്ണയൊക്കെ ഇട്ട് ചവിട്ടി ഒഴിഞ്ഞ് വിവിധ പയറ്റുകളിലൂടെ അവൻ ശരീരത്തിൻ്റെ നിയന്ത്രണം സ്വായത്തമാക്കും. ഒപ്പം മന്ത്രസാധനകളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കും. ഈ മനോബലം എന്ന് പറയുന്നത് ശാരീരിക ബലത്തിൻ്റെ എത്രയോ മടങ്ങാണ്. മനോബലമുള്ളവനെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈവൻ ഒരു രോഗത്തിന് പോലും പെട്ടെന്ന് അത് സാധിക്കില്ല. അപ്പോൾ ഈ മനോനിയന്ത്രണത്തിന് സാധ്യമായ സാധനാ ക്രിയകളും കൂടി ഇവിടെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് പഴയകാല കളരികളിൽ ഈ ഓരോ കളരിയോട് ചേർന്ന് കായകൽപ്പ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഈ കായകൽപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തെ മാറ്റത്തിന് അതീതമായി നിലനിർത്താനുള്ള രസപ്രയോഗങ്ങൾ നടത്തിയിരുന്നു. രസായന വിദ്യകൾ, മരുന്നും മന്ത്രവും ഉപയോഗിച്ച് ശരീരത്തിൻ്റെ പ്രകൃതിദത്തമായ അപചയത്തെ തടയുന്ന ഒരു സാധനാമാർഗം പഴയ കാലത്ത് അവർ പരീക്ഷിച്ചിരുന്നു. എത്രത്തോളം വിജയിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവില്ല. പക്ഷേ ഇന്ന് ക്വാണ്ടം ഫിസിക്സിൻ്റെ പിന്തുടർച്ചയായി ഏജ്ലെസ് ബോഡി അറ്റൈൻ ചെയ്യുന്നതിന്, അതായത് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ശരീരത്തെ സൃഷ്ടിക്കാൻ ഒരു വലിയ പരീക്ഷണം ഈ പാശ്ചാത്യ നാടുകളിൽ നടക്കുന്നുണ്ട്. ഈ രണ്ടാം തലമെന്ന് പറയുന്നത് ഈ മാനസിക തലമാണ്. പിന്നീടുള്ളത് ആത്മീയത. ഇവിടെ നമ്മൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ചേകവന്മാരെ സൃഷ്ടിക്കാനാണ് കളരികൾ ഉപയോഗിച്ചിരുന്നതെന്ന് അല്ലേ? എന്താണ് ചേകവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? MT വാസുദേവൻ നായർ പറഞ്ഞ ചേകവനെ ഇപ്പോൾ നമുക്കറിയോ. നമ്മളെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, വടക്കൻ വീരഗാഥ. എന്താണ്? മൂപ്പിളമ തർക്കം തീർക്കാൻ അറാവിലയ്ക്ക് വെട്ടി ചാകാൻ വിധിച്ചവൻ ചേകവൻ. ഇത്രയല്ലേ? അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ യാതൊരു അർത്ഥവുമില്ലാതെ പരസ്പരം വെട്ടി മരിക്കാൻ വിധിക്കപ്പെട്ടു അവൻ ചേകവൻ എന്നാണ് ആധുനിക മലയാളത്തിൻ്റെ നിർവചനം. എന്നാൽ ചേകവൻ എന്ന വാക്കിൻ്റെ കളരിയുടെ അല്ലെങ്കിൽ മൗലിക അർത്ഥം ചേർന്നവൻ എന്നാണ്, യോഗി എന്നാണ്. മനസ്സും ശരീരവും മനസ്സോ യോഗോ പരസ്പരമനുവ്രജേത്. ശരീരത്തെയും മനസ്സിൻ്റെയും പ്രകൃതിദത്തമായ ചേർച്ചയെ അറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തിയെടുക്കുന്നവനാണ് ചേർന്നവൻ അഥവാ ചേകവൻ യോഗി. അപ്പോൾ ഒരു ചേകവൻ അംഗക്കളരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമെങ്കിൽ വിജയിച്ചായിരിക്കും വരുന്നത് അല്ലേ? വന്നില്ലെങ്കിലോ? ഒരിക്കലും ചേകവൻ തോൽക്കില്ല, മരണം. തിരിച്ചു വന്നാൽ വിജയിച്ചു, വിജയിച്ചില്ലെങ്കിൽ മരിച്ചു. അപ്പോൾ ജയത്തെയും പരാജയത്തെയും, ജീവിതത്തെയും മരണത്തെയും ഒരേപോലെ സമ്യക്കായി അറിയാൻ കഴിയുന്നവൻ, സമാധി അനുഭവിച്ചവൻ ആണ് ചേർന്നവൻ. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മം മാത്രമേ ഉള്ളൂ. അവിടെ ജയവും പരാജയവും ഒരുപോലെ തന്നെയാണ് ഈ ചേർന്നവന് മനസ്സിലാകുന്നത്. അതാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്, സമശത്രൗച മിത്രൗച തഥാ മാന അപമാനയോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. അർത്ഥം പിടിയിട്ടില്ലേ? സമശത്രൗച മിത്രൗച, ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണണം. തഥാ അതുപോലെ, മാന അപമാനം, മാനവും അപമാനവും, ശീത ഉഷ്ണ സുഖ ദുഃഖ സമസംഗ വിവർജിത. ഇത് പ്രകൃതിയുടെ ബാഹ്യമായ രൂപങ്ങളിൽ, പ്രകടഭാവങ്ങളിൽ ഒന്നാണ് ഈ വ്യതിയാനം, ദ്വൈതാവസ്ഥ. ഞാൻ ഈ രണ്ട് ദ്വൈതാവസ്ഥയിൽ നിന്നും അപ്പുറം പോയി അദ്വൈതാവസ്ഥ, ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്ന അവസ്ഥ ആർജിച്ചവനാണ് ചേർന്നവൻ അഥവാ ചേകവൻ. മനസ്സിലായോ? അപ്പോൾ ഹീസ് എ യോഗി. ഇതുകൊണ്ടാണ് കേരളത്തിലെ രണ്ട് ശാഖകളുണ്ട്, വടക്കൻ ശാഖയും തെക്കൻ ശാഖയും. വടക്കൻ ശാഖ നമുക്ക് പരിചയപ്പെടുത്തിയത് പരശുരാമ മഹർഷിയാണ്. മനസ്സിലാവുന്നുണ്ട്? തെക്കൻ ശാഖ നമുക്ക് പറഞ്ഞു തന്നത് അഗസ്ത്യ മുനിയാണ്. അപ്പോൾ മുനി വിരചിതമായ കലാരൂപമാണ് യഥാർത്ഥത്തിൽ കളരി പയറ്റ് ഇല്ലേ? അപ്പോൾ അത് പരശുരാമ മഹർഷി വേദമാർഗത്തിൻ്റെയും അഗസ്ത്യമുനി സിദ്ധമാർഗത്തിൻ്റെയും ഉപജ്ഞാതാക്കളാണ്. അതിൽ മാനസികവും ശാരീരികവും ആത്മീയവുമായ സർവ്വ വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്
ശാരീരിക വ്യായാമം, ചികിത്സ, മർമ്മ ചികിത്സ. മർമ്മം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ധരിക്കുന്നത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുത്തിയൊക്കെ നിർത്തുന്നതാണ്. മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ ചലനം കൊണ്ട് മുരളിച്ച ഉണ്ടാകുന്ന ഭാഗമാണ് മർമ്മം. പിടികിട്ടിയാവല്ലോ. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? യഥാ മന തഥാ പ്രാണ എന്നാണ്. ശരീരത്തിൽ ശരിക്കും ഒരു ഊർജം സഞ്ചരിക്കുന്നുണ്ട്. 72,000 നാഡികളിലായി ഏകദേശം 1,26,000 കിലോമീറ്റർ നീളത്തിൽ നമ്മളെ നാഡീവ്യൂഹം സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മുടെ പാരമ്പര്യ ശാസ്ത്രം. 72,000 ഡിഫറെൻറ്റ് ടൈപ്സ് നാഡികൾ. ഇതിലൂടെയെല്ലാം സൂക്ഷ്മമായ ഊർജം സഞ്ചരിക്കുന്നുണ്ട്. അതാണ് പ്രാണചലനം. ഈ പ്രാണനും മനസ്സുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. യഥാ പ്രാണ തഥാ മന, അല്ലെങ്കിൽ യഥാ മന തഥാ പ്രാണ. എന്നിട്ട് ഈ ചലനത്തിൽ മനസ്സ് എവിടെയാണോ വന്ന് പ്രകൃതിദത്തമായി ഉറയ്ക്കുന്നത് അവിടെ ഒരു മുരളിച്ച ഉണ്ടാകും, ഒരു മർമ്മറുണ്ടാകും. ആ മുരളിച്ച ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ എന്താണ് പൾസ് നമുക്ക് തൊടുമ്പോൾ അറിയാമല്ലോ. കൃത്യമായ ധ്യാനത്തിൽ ഈ പൾസ് നമുക്ക് കേൾക്കാം. ആദ്യം ഹൃദയമിടിപ്പ് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മിടിപ്പുകൾ ഈ ഇക്ലിയാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഭയങ്കര രസമാണത്. അത് കുറച്ച് കഴിയുമ്പോൾ പ്രകാശിക്കാൻ തുടങ്ങും. ഈ പ്രകാശിക്കുന്നത് 108 മർമ്മങ്ങളിൽ പ്രകാശം വരും. ഈ മർമ്മങ്ങളെ ഗുരുക്കന്മാർ ധ്യാനത്തിൽ കണ്ടപ്പോൾ അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവർ വിശകലനം ചെയ്തു. അങ്ങനെയാണ് മർമ്മശാസ്ത്രം വളർത്തിയെടുത്തത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ കേന്ദ്രങ്ങളിൽ മുരളിച്ച ഉണ്ടാകുമ്പോഴാണ് മർമ്മം തെളിഞ്ഞു വരുന്നത്. പിടികിട്ടിയ അത് സ്വയം ചെയ്യാൻ കഴിയും. ധ്യാനത്തിൽ ഓരോ മർമ്മത്തെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ കണ്ണിൽ വരുന്ന പ്രധാന ചലനങ്ങൾ വരുന്നത് തിലസക്കാല മർമ്മം. നിങ്ങൾ തിലകം തൊടുന്നൊരു ഭാഗമുണ്ടല്ലോ, അതിനെയാണ് തിലസക്കാല മർമ്മം എന്ന് പറയുന്നത്. ഈ മർമ്മത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മറ്റൊരു മനസ്സിനെ എളുപ്പത്തിൽ സ്വാധീനിക്കാം. ഇതിനെയാണ് നോക്കുമർമ്മം അഥവാ ചൂണ്ടുമർമ്മം എന്ന് ആൾക്കാർ പറയുന്നത്. എന്നാൽ ഞാൻ ചൂണ്ടിയ ആൾക്കാർ നിർത്തിക്കളയുന്നൊക്കെ വാചകമടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശാസ്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ മനോനിയന്ത്രണം സിദ്ധിച്ച ഒരാളിന് അദ്ദേഹത്തിൻ്റെ മനഃശക്തി മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ ശക്തി നല്ല കാര്യത്തിനോ ചീത്ത കാര്യത്തിനോ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ആത്മബലം സിദ്ധിച്ചവൻ അത് ഡിസ്ട്രാക്റ്റീവായിട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി പറയുന്നത്. ഏകലവ്യൻ എന്നൊരു കഥാപാത്രം കേട്ടിട്ടുണ്ടോ? ഏതിലാണ്? കഥയായിട്ട് കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലാണത്. ഈ മഹാഭാരതത്തിലെ ഏകലവ്യൻ നമ്മൾ കാണുന്നത് ആദ്യം ഹസ്തിനപുരത്തെ സർവ്വസൈന്യാധിപനായ ദ്രോണാചാര്യയെ കാണാൻ ഒരു കാട്ടുബാലൻ വരും. കാട്ടാളവർഗത്തു നിന്നാണ്. അവർ കാട്ടിൽ ജീവിക്കുന്നവരാണ്. ഇവരാണ് ഏകലവ്യൻ. ഇവൻ വന്നിട്ട് പറയും, സ്വാമി അല്ലെങ്കിൽ ആചാര്യരെ, എനിക്ക് അസ്ത്രവിദ്യകൾ പഠിക്കണം. അപ്പോൾ ആരാണ് ദ്രോണാചാര്യർ? രാഷ്ട്രത്തെ രക്ഷിക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഡിഫൻസിനെ മുഴുവൻ മാനേജ് ചെയ്യുന്ന സർവ്വസൈന്യാധിപനാണ്. അപ്പോൾ അവിടെ മന്ത്രതന്ത്ര വിധികളും മയക്കുവിദ്യകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തെ വാർത്തെടുക്കുന്ന കേന്ദ്രത്തിൻ്റെ നേതാവാണ് ആൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എനിക്ക് ഈ സൈന്യത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയും, ജാതി ഏത്, മതമേത്, കുലമേത്, ഇതൊക്കെ ചോദിക്കും. അത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ശാസ്ത്രം, ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഞാനിങ്ങനെ കാട്ടാള രാജാവിൻ്റെ ഇന്ന ആളിൻ്റെ മകനാണ്. അപ്പോൾ പറയും, മോൻ തിരിച്ചു പോ, അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. നിനക്ക് വേട്ടയാടാനുള്ള സാങ്കേതികതയൊക്കെ പഠിച്ചാൽ മതി. ഇത് മന്ത്രതന്ത്ര വിധികളൊക്കെ പഠിപ്പിക്കുന്ന രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, നിനക്ക് ഇവിടെ പഠിക്കേണ്ട, മക്കൾ പൊക്കോ എന്ന് പറയും. അങ്ങനെ ഇവനെ പറഞ്ഞു വിടും. അങ്ങനെ ഇവൻ നിരാശനായി പോകും. പക്ഷേ ഹൈലി ടാലൻറ്റഡ് ആയിരുന്നു ഇവൻ. പിന്നെ നമ്മൾ കാണുന്നത് ഈ ദ്രോണാചാര്യർ പഠിപ്പിച്ച കുട്ടികൾ വളർന്നു വലുതായി അവരുടെ അസ്ത്രാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഡ്യൂട്ടിയിൽ പ്രവേശിക്കുമ്പോൾ ഈ കാട്ടിൽ നിന്ന് പരാതി വരും. കാട്ടിന് സമീപമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പരാതി വരും. എവിടത്തേക്ക്? കൊട്ടാരത്തിലേക്ക്. കാരണം വന്യമൃഗങ്ങളുടെ എണ്ണം കൂടി അത് നാട്ടിലിറങ്ങി
ഒരുപാട് കൃഷിയും നശിപ്പിക്കുന്നു, ജനങ്ങളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ രാജാവ് ഒരു തീരുമാനം പറയും, രാജശാസനം വരും, 5 അല്ലെങ്കിൽ 10 ഷൂട്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുക. പോയിട്ട് വളർച്ചയെത്തിയ ജീവിച്ച് മതിയായ മൃഗങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അവരെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി എത്ര എണ്ണത്തിനെ കൊല്ലണോ അതിനെ കൊല്ലുക. അതാണ് അന്നത്തെ നിയമം. ഈ ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊണ്ടുപോകണം എന്തിനാ? ഒരു മൃഗത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും കൊല്ലുമ്പോൾ അവൻ വേദന അറിയാതെ മരിക്കണം എന്ന ധർമ്മശാസ്ത്രം ഉണ്ടായിരുന്ന കാലമാണത്. അപ്പോൾ ഈ കാട്ടിൽ പോയിട്ട് ഇവർ ഒരു സ്ഥലത്ത് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് വേട്ടപ്പട്ടികളെ അഴിച്ച് കാട്ടിലേക്ക് വിടും. അപ്പോൾ വേട്ടപ്പട്ടികൾ ഇങ്ങനെ കാടിളക്കുമ്പോൾ മൃഗങ്ങൾ ചാടും. ഇവർ നോക്കും, പ്രായമെത്തി മനുഷ്യന് ഉപദ്രവമുള്ള മൃഗങ്ങളെ ഇവർ കണ്ണുനിറമ്പിൽ കറക്റ്റ് അമ്പ് ചെയ്ത് ഒളിച്ച് കൊല്ലും. ഇതാണ് രീതി. അങ്ങനെ ഇവർ കാട്ടിലിങ്ങനെ വേട്ടയാടി നടക്കവേ ഒരു വേട്ടപ്പട്ടി മൂങ്ങിക്കൊണ്ട് തിരിച്ചു വരികയാണ്. കാരണം അത് വായ തുറന്ന് കുരച്ചപ്പോൾ അതിനകത്ത് നിറയെ അമ്പ്, വാ തുറന്നടയ്ക്കുന്നതിന് മുമ്പ് നിറയെ അമ്പ്. അത്രയും കൈവേഗമുള്ള ഒരാളിനെ ഇങ്ങനെ അമ്പ് ചെയ്ത് ആ പട്ടിയുടെ വായ നിറയ്ക്കാൻ കഴിയും. അപ്പോൾ ദ്രോണാചാര്യർ ചോദിക്കും, ഇത് ആരിത് ചെയ്തു? ഹൈലി ടാലൻറ്റഡ്. അപ്പോൾ പറയും, ഇത് പോയി കണ്ടുപിടിക്ക്, ആരാ ഇത് ചെയ്തതെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ പോയി നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ആൾ നിന്ന് അസ്ത്രാഭ്യാസം ചെയ്യുന്നു, നല്ല ഒത്ത ഒരു മനുഷ്യൻ, യുവാവ്. അപ്പോൾ അവനോട് ചോദിക്കും, നീ ആരാ? ഞാനാണ് ഏകലവ്യൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ. ഇതെന്താ? അത് എൻ്റെ മാനസ ഗുരുവാണ്, ഞാൻ അദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ചാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, നീയാണോ ഈ അമ്പ് പട്ടിയുടെ വായിൽ? അതെ, അതിൻ്റെ കുര എൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്തായാലും ഗുരുവിന് നിന്നെ കാണണമെന്ന് പറയുന്നു, വരൂ. അങ്ങനെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്ന് പറയുമ്പോഴാണ് ആചാര്യർ കാര്യം മനസ്സിലാവുന്നത്. അന്ന് പറഞ്ഞു വിട്ട ആളാണ്. അപ്പോൾ പറയും, മോനെ, നീ എനിക്ക് ഗുരുദക്ഷിണ തരണം. എന്തായാലും മനസ്സാ സ്വീകരിച്ചതല്ലേ? അതെ. എന്താ ദക്ഷിണ? നിൻ്റെ വലത് കൈയുടെ തള്ളവിരൽ തരാൻ പറയും. അപ്പോൾ അത് മുറിച്ച് കൊടുക്കാതിരുന്നാൽ എന്തു പറ്റും? ശാപം കിട്ടും. അങ്ങനെ ഗുരുവിന് ശപിക്കാൻ പറ്റുമോ? ഗുരു അങ്ങനെ പെട്ടെന്ന് ശപിക്കാനൊന്നും നിൽക്കില്ല. സത്യത്തിൽ ഗുരു അവിടെ ചെയ്തത് ഈ ഏകലവ്യൻ്റെ ഒരു വിരൽ മേടിച്ചുകൊണ്ട് അവൻ്റെ തല രക്ഷിച്ചെടുക്കുകയായിരുന്നു. അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയാലേ നമ്മെ എങ്ങനെയാണ് ഈ ഏകലവ്യ ചരിതം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഈ അവൻ്റെ കൈവേഗം അല്ലെങ്കിൽ ആ ഏകലവ്യൻ എന്ന കാട്ടുബാലൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ യുവാവിൻ്റെ കഴിവ് അർജുനനേക്കാൾ ഉയരത്തിലായതുകൊണ്ട് ആചാര്യന് അസൂയ കൊണ്ട് അവനെ വികലാംഗനാക്കി, ഇല്ലേ? അങ്ങനെ ഒരു ആചാര്യൻ ചെയ്യുകയാണെങ്കിൽ അയാളെ ആചാര്യൻ എന്ന് വിളിക്കണോ? അന്വേഷിച്ച് കണ്ടെത്തിയവനാണ് ആചാര്യൻ. ആചാര്യവചനം അനുശാസനങ്ങളാണ്. അനുശാസനങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അത്രയും പ്രാപ്തിയുള്ളവനെ ആചാര്യനാകും. അപ്പോൾ അസൂയുള്ളവൻ എങ്ങനെ ആചാര്യനാകും? അത് ഒന്നുകിൽ ദ്രോണാചാര്യൻ ആചാര്യനല്ല, അല്ലെങ്കിൽ ആ ആചാര്യ നിർദ്ദേശത്തിന് തീരുമാനത്തിന് കാതലായ ഒരു മറുവശം ഉണ്ടാകണം. അങ്ങനെ ചിന്തിച്ചാൽ ആണ് ഏകലവ്യ ചരിതം നമുക്കൊരു പുതിയ മെസ്സേജ് തരുന്നത്. അതായത് കൊല്ലാൻ വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ പോലും വേദന അറിയാതിരിക്കാൻ, ജീവിച്ച് മതിയായ ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ പോലും വേദന അറിയാതിരിക്കാനാണ് ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊണ്ടുപോയി അതിൻ്റെ കർണഞരമ്പിൽ അമ്പ് ചെയ്ത് കൊല്ലുന്നത്. അത് ധർമ്മനീതി. ആ നീതി നിലനിൽക്കുന്നൊരു സ്ഥലത്ത് ഒരു നിരുപദ്രവകാരിയായ ഒരു പട്ടിയുടെ വായിൽ എന്തിനാണ് ഇത്രയും അമ്പ് ചെയ്ത് കൊള്ളിച്ചത്? ചോദ്യമൊന്ന്. ധർമ്മ വ്യതിയാനം. ആയുധം നിയന്ത്രണ വിധേയമായ കൈകളിലേ ഉണ്ടാകാവൂ. പാകിസ്ഥാൻ്റെ കയ്യിൽ എന്താണ് ആറ്റം ബോംബുള്ളത്? ലോകത്തിന് മുഴുവൻ ഉറക്കക്കുറവ് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഇന്ത്യ, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിൽ ആണവായുധമുണ്ട്. അതാരെയും ഉറക്കം കെടുത്തുന്നില്ലല്ലോ. കാര്യം എന്താ? കാരണം അത് നിയന്ത്രണ വിധേയമായ കൈകളിലാണ് ആയുധ ബലമുള്ളത്. അവിടെയും നമ്മളിത് ഈ കഥയുടെ സാരം മനസ്സിലാക്കണം. അപ്പോൾ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, വഴിക്കായിരം, കൊള്ളുമ്പോൾ ശരവർഷം എന്ന രീതിയിൽ
അമ്പെയ്യാൻ ശേഷിയുള്ള അർജുനൻ ആര്, ഈ ഏകലവ്യൻ എന്ന വ്യക്തി ആര്, അത് നമ്മുടെ യുക്തിക്ക് വിട്ടുതരാണ് കഥാകൃത്ത്. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഞാനൊരു നല്ല ഷാർപ്പ് ഷൂട്ടറാണെന്ന് വെച്ചാൽ അമ്പെയ്യാനോ അല്ലെങ്കിൽ വെടിവയ്ക്കാനോ അറിയാൻ എനിക്ക്. അപ്പോൾ ഞാൻ നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചെന്ന് പറയാണ്, എനിക്കൊരു AK-47 തരുമോ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവിടുത്തെ സുപ്രീം കമാൻഡറെ കാണാൻ എനിക്ക് പറ്റുമോ ഇന്നത്തെ കാലാവസ്ഥയിൽ? ഇല്ല. എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടു എന്ന് വെച്ചു, ആളെനിക്കൊരു AK-47 തരുമോ, അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരുമോ? അവൻ പറയും, മക്കളെ നീ എവിടെയെങ്കിലും പോയി ആ ഷൂട്ടിംഗ് റേഞ്ചിലായിട്ടും പോയി നിന്നെ മത്സരത്തിനുള്ള സംഭവങ്ങൾ പഠിക്കും. ഇത് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു കൊല്ലനെ കൊണ്ടൊരു നല്ല തോക്കൊക്കെ ഉണ്ടാക്കി, എനിക്ക് ഷാർപ്പ് ഷൂട്ടറാണ്, ഞാൻ കണ്ട മാനിനെയും മയിലിനെയൊക്കെ വെടിവെക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ ഭരണ സംവിധാനം എന്ത് ചെയ്യും? ആ തോക്കും പിടിച്ച് മേടിച്ച് തലക്കടിയിൽ നിന്ന് ജയിലിൽ കൊണ്ടുവരും. ശരിയല്ലേ? അന്ന് ആചാര്യൻ ചെയ്തത് എന്താണ്? ഇങ്ങനെ ഒരു നിരുപദ്രവകാരി ആയ ജീവിയെ ഉപദ്രവിച്ച യോദ്ധാവിനെ വധശിക്ഷയ്ക്ക് വിധിക്കാം. ധർമ്മനീതി അങ്ങനെയാണത്. അപ്പോൾ ഇവൻ ചെയ്തത് തെറ്റ്. ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ കയ്യിൽ നിന്ന് ആയുധം തിരിച്ചു മേടിക്കണം. ആ ആയുധം എങ്ങനെ തിരിച്ചു മേടിച്ചു? തള്ളവരില്ലെങ്കിൽ പിന്നെ അവൻ ഇത്രയും വേഗത്തിൽ അമ്പെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇല്ലെങ്കിൽ അവൻ ഒരുപക്ഷെ കൊല്ലപ്പെടാം. അപ്പോൾ അവിടെ കൈവിരൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗുരു അവൻ്റെ തല സംരക്ഷിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഇത്രയും വലിയ അഭ്യാസിയാണ്, ആ അർജുനനേക്കാൾ വലിയ അഭ്യാസിയാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ആർക്കും ആരെയും വെല്ലുവിളിക്കും. അന്നത്തെ നിയമം അങ്ങനെയാണ്. ഇപ്പോൾ അതല്ലേ, ആയുധാഭ്യാസം നടക്കുമ്പോൾ അർജുനൻ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ ഇതിനെതിരെ പ്രതികരിക്കാനും ചോദിക്കുമ്പോഴാണ് ആദ്യമായി കർണൻ ഞാനുണ്ട് എന്നും പറഞ്ഞ് ആ പ്രദർശന തട്ടിൽ കയറി വന്ന് അർജുനനെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അർജുനനെ വെല്ലുവിളിക്കാം, ആർക്കും ആരെയും വെല്ലുവിളിക്കാം. യുദ്ധത്തിൽ ജയിച്ചാൽ ജയിച്ചവനാണ് ശരി. അതായിരുന്നു പഴയ തീരുമാനം. ഇപ്പോഴും അതല്ലേ? അമേരിക്ക ഇറാഖിൽ ആക്രമിക്കാൻ പോയ സമയത്ത് UN പ്രമേയം പാസ്സാക്കിയില്ലേ? അത് പാടില്ല എന്ന് അമേരിക്ക എന്ന് പറഞ്ഞ് പോയി വീട്ടിലിടാന്ന് അല്ലേ? ഇപ്പോഴോ ഇസ്രായേൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ UN പ്രമേയം പാസ്സാക്കി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആരാണ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ പോണത്? അപ്പൊ ഇതൊക്കെ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ കഥകളിലെ ആശയം വ്യക്തമായി മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ആചാരങ്ങളുടെ ആ ഒരു പ്രാമുഖ്യം മനസ്സിലാകുന്നത്. ഇവിടെയും അതാണ്. കളരികളിൽ ആത്മസംയമനം പഠിപ്പിച്ചിരുന്നത് ആയുധം ആത്മസംയമനം ഉള്ളവൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കാവൂ, ഇല്ലെങ്കിൽ അത് ലോകത്തിന് ആ സകലം അപകടകരമായി മാറും. അപ്പോൾ കളരിയിൽ യഥാർത്ഥത്തിൽ ആത്മവിദ്യ പഠിപ്പിച്ചിരുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവിലേക്ക് ഇറങ്ങി ആ ആത്മാവിൻ്റെ സംയമനത്തിൽ ഏത് തരം അപകടകരമായ ആയുധത്തെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കിയിരിക്കുകയാണ് കളരി ചെയ്തത്. ഒപ്പം യുദ്ധരംഗത്ത് പോകുന്ന പടയാളികൾക്ക് സ്വയം രക്ഷിക്കാനും ചികിത്സിക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ വൈദ്യം, കളരി വൈദ്യം കൂടെ പഠിപ്പിക്കുന്നത്. ഒപ്പം യുദ്ധത്തിന് പോകാത്ത സമയത്ത് ഈ വൈദ്യന്മാരെ കൊണ്ട് സമൂഹത്തിന് ഉപയോഗം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വയനാട് ആ ഇറോഷൻ ഉണ്ടായ സമയത്തും ആദ്യം വന്നത് മിലിറ്ററിയാണ്. മിലിറ്ററി യുദ്ധത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും സാമൂഹ്യ സേവനത്തിനും അവരെ ഉപയോഗിക്കാം. അതുപോലെയാണ് പണ്ട് കളരികളിൽ നമ്മുടെ ഗുരുക്കന്മാർ എല്ലാവരെയും നന്നായി ഉരുത്തിരിച്ച് കൊണ്ടുവന്നത്. ഗുരുജി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമ്മൾ കേട്ട കഥകളിൽ ഈ ഒരു തലത്തിലും കൂടി ചിന്തിക്കണം, അപ്പോഴാണ് അതിലുള്ള ശരികളും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതും ഒരുപാട് പേർക്ക് പുതിയൊരു അറിവായിരിക്കും. ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾക്ക് എഴുതുക. ഭരതം, ഇന്റിമസി ഹീലിംഗ് വില്ലേജ്, പൂവത്തൂർ PO, നെടുമങ്ങാട്, തിരുവനന്തപുരം 695561.